ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. നമ്മളിതിൽ എസെൻസോ ഫുഡ് കളറോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ പീൽ ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മുറിയുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക മുഴുവനായിട്ടുള്ളത് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമോ പാലോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് തിക്കായിട്ടുള്ള ഒരു വെള്ളമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് ലൂസായിട്ട് വെള്ളം പോലെ കുടിക്കാനുള്ളതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമോ പാലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ മുറിച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൂവമ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൂവമ്പഴവും പിന്നെ മാങ്ങ അതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.